Good morning, my dears. Today our next topic is work measurement and what are the techniques of work measurement. പ്രീവിയസ് ക്ലാസ്സുകളിലെ വർക്ക് മെഷർമെൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ അത് പ്രൊസീജിയേഴ്സിനെ കുറിച്ചും ഒബ്ജക്റ്റീവ്സ് ആൻഡ് നീഡ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ അവിടെ വാട്ട് ഈസ് മെൻ ബൈ വർക്ക് മെഷർമെൻറ്റ്? വർക്ക് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് മെഷർമെൻറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ടു പെർഫോം എ യൂണിറ്റ് വർക്ക്. അവിടെ നമുക്ക് ഒരു പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്രമാത്രം സമയം വേണ്ടിവരും എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുന്നതിനെയാണ് വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വർക്ക് മെഷർമെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ടു പെർഫോം എ യൂണിറ്റ് ഓഫ് വർക്ക്. വർക്ക് മെഷർമെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രൊമോട്ടിംഗ് പ്രൊഡക്ടിവിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ. തീർച്ചയായിട്ടും വർക്ക് മെഷർമെൻറ്റ് ആ സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വർക്ക് മെഷർമെൻറ്റ് വെച്ചാലും വർക്കിനെ കുറിച്ച് അളന്ന് തിട്ടപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശരിയായിട്ട് രീതിയിൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ വർക്ക് എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതൊക്കെയാണ് വർക്ക് മെഷർമെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് വർക്ക് മെഷർമെൻറ്റിനെ, മുൻപ് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ മാൻ പവർ പ്ലാനിങ് ആൻഡ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ്, എസ്റ്റിമേഷൻ ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ്, cost reduction and control, rational basis for incentives and performance appraisal, training of employees, fixing the selling cost, comparing alternative methods, etc. These are the objectives of work measurement. തീർച്ചയായിട്ടും ഒരു സ്ഥാപനത്തിൽ വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നിടത്തോളം ആ സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യാനും അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേഷനും മാൻ പവർ പ്ലാനിങ്ങിനും ദെൻ കോസ്റ്റ് കൺട്രോളിങ്ങിനും ട്രെയിനിങ്ങിനും ഒക്കെ എന്താവശ്യമാണ്? വർക്ക് മെഷർമെൻറ്റ് ഈസ് നെസസറി. വർക്ക് മെഷർമെൻറ്റ് ആവശ്യമാണ്. ദെൻ അതിൻ്റെ സ്കോപ്പ് ആൻഡ് പ്രൊസീജിയേഴ്സും പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ടുഡേ അവർ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ വർക്ക് മെഷർമെൻറ്റ്. എങ്ങനെയാണ് നമുക്കൊരു ജോലിയെക്കുറിച്ച് ആ ജോലിയുടെ നേച്ചർ എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ, അതിൻ്റെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഏതൊക്കെ ടെക്നിക്സിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ദെൻ ഇവിടെ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടെക്നിക്സ് ഫോർ വർക്ക് മെഷർമെൻറ്റ്. വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. 5 ടൈപ്സ് ആയിട്ടാണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ്, സെക്കൻഡ് വൺ ഈസ് PMTS, Predetermined motion time studies എന്ന് പറയും. Then next one is time studies and work sampling and models. These are the various techniques used for work measurement techniques. That is, first one is analytical estimating. Analytical estimating through analysis. That is analytical estimating. Then next one is Predetermined motion time studies, PMTS, Predetermined motion time studies. Then next one is time study. സമയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് വർക്കിനെ കുറിച്ച് പഠിക്കാം. ദാറ്റ് ഈസ് ടൈം സ്റ്റഡി. ദെൻ വർക്ക് സാമ്പിളിംഗ്, വർക്കേഴ്സിൻ്റെ പെർഫോമൻസിൻ്റെ സാമ്പിൾ എടുത്തുകൊണ്ട് നമുക്ക് വർക്ക് സാമ്പിളിംഗ് ടെക്നിക്സ് ഉപയോഗിക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മോഡൽസ്. ദീസ് ആർ ദി 5 ടെക്നിക്സ് യൂസ്ഡ് ഫോർ വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സ്. ദെൻ ഇനി നമുക്കതിൽ ഫസ്റ്റ് വൺ വിശദമായിട്ട് പഠിക്കാം. ദറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ്. അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ്. Analytical estimating, it is used for fixing the standard time for jobs which are very long and repetitive in nature. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എഴുതാം. What is meant by analytical estimating? അപ്പോൾ then first one is analytical estimating. ദെൻ ആ വേർഡ് മീനിങ്ങിൽ തന്നെ നമുക്കറിയാം അനാലിസിസ്. ഒരു ജോബിനെ കുറിച്ച് ത്രൂ അനാലിസിസിലൂടെ, അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് എന്ന് പറയുമ്പോൾ ത്രൂ അനാലിസിസ് എന്നുള്ള ടൈമാണ് ഉപയോഗിക്കുന്നത്. അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിക്സിങ് the standard time for jobs which are very long and repetitive nature.
നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഏതെങ്കിലും രണ്ട് വർക്ക് മെഷർമെൻറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കുക. ദെൻ അതിൽ ഫസ്റ്റ് വണ്ണാണ് അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ്. ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദി സ്റ്റഡി, ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദി ടെക്നിക്സ് യൂസ്ഡ് ഫോർ വർക്ക് മെഷർമെൻറ്റ്. വട്ട് ഈസ് മെൻ ബൈ അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ദിസ് സ്റ്റഡി ഈസ് യൂസ്ഡ് ഫോർ ഫിക്സിംഗ് ദ സ്റ്റാൻഡേർഡ് ടൈം ഫോർ ജോബ്സ് വിച്ച് ആർ വെരി ലോങ് ആൻഡ് റിപ്പീറ്റേറ്റീവ് നേച്ചർ. അതായത് അനലിറ്റിക്കൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ടെക്നിക്സ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിക്സിംഗ് ദ സ്റ്റാൻഡേർഡ് ടൈം ഫോർ ജോബ്സ്. ഒരു ജോലിയുടെ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും വിച്ച് ആർ വെരി ലോങ് ആൻഡ് റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ. വെരി ലോങ്, അതുപോലെ തന്നെ ആവർത്തിച്ച് വരുന്ന അപ്പം അവിടെ രണ്ട് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുക. അനാലിസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒബ്സർവ് ചെയ്യുക, വിലയിരുത്തുക അല്ലേ. അനാലിസിസ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ഒരു സംഭവത്തെ വളരെ വിശദമായിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ അനാലിസിസ്, ക്രിറ്റിക്കൽ ഇവാലുവേഷനാണ് അവിടെ ഇതുകൊണ്ട് വരിക. അനാലിസിസ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അനലിറ്റിക്കൽ എസ്റ്റിമേഷനാണ്. നന്നായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് അത് എസ്റ്റിമേറ്റ് ചെയ്യുക. എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ മെഷർ ചെയ്യുക, ആൻറ്റിസിപ്പേറ്റ് ദ ഫ്യൂച്ചർ ഇവൻറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ അതിനെയാണ് എസ്റ്റിമേഷൻ, മെഷർമെൻറ്റിനെയാണ് അവിടെ എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ടേം ഉദ്ദേശിക്കുന്നത്. ദെൻ ഇവിടെ നമുക്കൊന്നുകൂടെ പഠിക്കാം. വട്ട് ഈസ് മെൻ ബൈ വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സ്. അത് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ അതിൽ അനലിറ്റിക്കൽ എസ്റ്റിമേറ്റ് എന്താണെന്ന് നോക്കാം. ദ ടെക്നിക് യൂസ്ഡ് ടു മെഷർ വർക്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് in those that rely on direct observation of the work and those that do not. ഒന്നുകിൽ നമുക്ക് ഒരു ജോലിയെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്കതിനെ വിലയിരുത്താനായിട്ട് സാധിക്കും, നേരിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്, നിരീക്ഷിച്ചുകൊണ്ട് നമുക്കത് വിലയിരുത്താനായിട്ട് സാധിക്കും. അല്ലാതെയും നമുക്ക് വർക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലുള്ള ജോലികളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കുന്നത്. ആ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ഏതൊക്കെ ഈ പറയുന്ന വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത്. Some techniques such as predetermined motion time system and the use of synthetic or standard data can provide times for simulation or even visualization of the work. However, the data on which such techniques are based are almost certainly based on earlier observation of actual work. ശരിക്കും പറയുകയാണെങ്കിൽ പ്രീ ഡിറ്റർമിൻ മോഷൻ സ്റ്റഡീസൊക്കെ, പ്രീ ഡിറ്റർമിൻ മോഷൻ ടൈം സിസ്റ്റമോ അതുമല്ലെങ്കിൽ സിന്തറ്റിക് സിസ്റ്റമൊക്കെ ഓൾറെഡി ശരിക്കും കണ്ടുവച്ചിട്ടുള്ള ആ ജോലിയുടെ ടൈമിനെ കുറിച്ചൊക്കെ മെഷർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റെപ്സാണ് അതിൽ പറഞ്ഞിരുന്നത്. അതാണ് പറഞ്ഞത്, ഒന്നുകിൽ ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാതെയും നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. Direct observation techniques such as time study and analytical estimating include process for converting observed time to times for the qualified worker working at a defined level of performance. അപ്പോൾ രണ്ട് തരത്തിലുള്ള ടെക്നിക്സ് ഉണ്ട് എന്ന് പറയാം. അതിൽ ഒന്ന് ഡയറക്റ്റ് ഒബ്സർവേഷനും ഒന്ന് നോൺ ഡയറക്റ്റ് ഒബ്സർവേഷനും. ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നേരിട്ട് വിലയിരുത്തിക്കൊണ്ട് ജോലിയെക്കുറിച്ച് പഠിക്കുകയും അതിനൊരു ടൈം സെറ്റ് ചെയ്യുകയും ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുക, ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെക്നിക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അതല്ലാതെയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെക്നിക്സ് സച്ച് ആസ് ടൈം സ്റ്റഡി ആൻഡ് അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ്. രണ്ട് എക്സാമ്പിളാണ് പറയുന്നത്. ഒന്ന് ടൈം സ്റ്റഡിയും അതുപോലെ തന്നെ അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്സും ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെക്നിക്സാണ്. ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്ന രീതിയാണ് ഇതിനുള്ളത്. ദെൻ അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ ടെക്നിക്സും അതുപോലെ തന്നെ ടൈം സ്റ്റഡി ടെക്നിക്സും കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെക്നിക്സ് സച്ച് ആസ് ടൈം സ്റ്റഡി ആൻഡ് അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് ഇൻക്ലൂഡ് process for converting observed time to times for the qualified worker working at a defined level of performance. Defined level of performance. അവിടെ direct observation technique such as time study and analytical estimating include process for converting observed times to times for the qualified worker working at a defined level of performance. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഡിഫൈൻഡ് ലെവൽ ഓഫ് പെർഫോമൻസ്. അതായത് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡിഫൈൻഡ് ലെവൽ ഓഫ് പെർഫോമൻസ് ആണ്. ഡിഫൈൻഡ് ലെവൽ ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കണം എന്ന് ഡിഫൈൻ ചെയ്തിരിക്കും. അതിൻ്റെ ക്വാളിറ്റി, ഷേപ്പ് എല്ലാം അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ആ ഒരു ഡിഫൈൻ ലെവൽ ഓഫ് പെർഫോമൻസിൽ നമുക്ക് വേണമെങ്കിൽ വേഗത്തിൽ ചെയ്ത് തീർത്ത് ആ ജോലി അവസാനിപ്പിക്കാം, പക്ഷേ നല്ല പെർഫെക്ഷനോട് കൂടി അവസാനിപ്പിക്കാം. അവിടെ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ലെവല്
മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കും, ഡിഫൈൻ ചെയ്തിരിക്കും. അവിടെയാണ് ടേം ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ലെവൽ ഓഫ് പെർഫോമൻസ് എന്നുള്ളത്. ആ ഡിഫൈൻ ലെവൽ ഓഫ് പെർഫോമൻസിലേക്ക് ആ ജോലി എത്തിക്കണമെങ്കിലേ എത്ര സമയം വേണ്ടി വരും എന്നുള്ളത് ഒരു ക്വാളിഫൈഡ് വർക്കറിലൂടെ നമുക്ക് ഒബ്സർവ് ചെയ്തുകൊണ്ട് തീരുമാനിക്കാം. അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് നമ്മളവിടെ എന്ത് പറയുന്നത്, ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെക്നിക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെക്നിക്സിന് എക്സാമ്പിളാണ് ഇത് അനലറ്റിക്കൽ എസ്റ്റിമേഷനും അതുപോലെ തന്നെ ടൈം സ്റ്റഡീസൊക്കെ അത്തരത്തിലുള്ള ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെക്നിക്സാണ്. ദെൻ ഇനി നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് വൺ അനലറ്റിക്കൽ estimating. Analytical estimation, what are the procedure used for analytical estimation and what are the importance and limitations of analytical observation. ഇത്രയാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ദെൻ അതിൽ ഫസ്റ്റ് വൺ അനലറ്റിക്കൽ എസ്റ്റിമേഷൻ ഓർ അനലറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അനലറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് ഈസ് എ സ്ട്രക്ചേർഡ് വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സ്. അതൊരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു വർക്ക് മെഷർമെൻ്റ് ആണ്. അനലറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് ഈസ് എ സ്ട്രക്ചേർഡ് വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്. A task is broken down into basic component operations of elements. Then അവിടെ a task is broken down into basic component operations or elements. അവിടെ ഫസ്റ്റ് വൺ പറയുന്നത് ദറ്റ് ഈസ് എ ടാസ്ക് ഈസ് ബ്രോക്കൺ ഡൗൺ. ഒരു ജോലി നമ്മൾ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. എ ടാസ്ക് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻറ്റു ബേസിക് കമ്പോണൻസ് into basic component operations or elements ആയിട്ടോ അല്ലെങ്കിൽ കമ്പോണൻസ് ആയിട്ടോ നമ്മളതിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് ഈസ് സ്ട്രക്ചേർഡ് വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സ്. ഇതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സ് ആണ്. മാത്രമല്ല എ ടാസ്ക് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു ബേസിക് കമ്പോണൻറ്റ് ഓപ്പറേഷൻസ് ഓർ എലമെൻറ്റ്സ്. If standard times are available from another source, these are applied to elements. Where no such times are available, they are estimated based on experience of the work. The estimating is done by skilled and experienced worker who has had training in the process of estimating and who simply estimate the time that would be required by a fully competent and experienced worker working at a defined level of performance. അവിടെ പറയുന്നത് എന്താ വെച്ചാൽ that is, if standard times are available from another source, these are applied to elements. ഓൾറെഡി നമുക്ക് സ്റ്റാൻഡേർഡ് ടൈമൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ വെച്ച് നോക്കാം. വേർ നോ സച്ച് ടൈംസ് ആർ അവൈലബിൾ, അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ടൈം ഒന്നും തന്നെ നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ they are estimated based on experience of the work. അത് ഏതുമായിട്ട് they are estimated based on experience of the work. വർക്ക് എക്സ്പീരിയൻസ് നോക്കിയിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. The estimating is done by a skilled and experienced worker. The estimation is done by, എങ്ങനെയാണ് ഈ എസ്റ്റിമേഷൻ നമുക്ക് മനസ്സിലാക്കാം? The estimation is done by skilled and experienced worker. അതായത് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ ടാലൻ്റ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു വർക്കറെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദ എസ്റ്റിമേറ്റിംഗ് ഈസ് ഡൺ ബൈ സ്കിൽഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് വർക്കർ who has had training in the process of estimating and who simply estimate the time that would be required by a fully competent and experienced worker working at a defined level of performance. Again, the defined level of performance ഉണ്ടോ, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വളരെ ടാലൻ്റുള്ള, വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി എത്ര സമയം എടുക്കുന്നുണ്ട്, അതായത് ആ ജോലിയുടെ ഓരോ എലമെൻറ്റ്സിനും നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നമ്മളത് തീരുമാനിക്കുന്നത്. അങ്ങനെ ഓരോന്നിലും എത്ര സമയം എടുത്തുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് തീരുമാനിക്കുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുക, അനാലിസിസ് ഓർ അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്. അതിനെയാണ് നമ്മൾ അനാലിസിസ് ഓർ അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. Analytical estimating would normally be used for assessing work over a reasonably lengthy period of time. The method can be applied in such situations
where it may be difficult and more expensive to collect the information required using other measurement techniques. It can be also used in some work environment is the presence of individual carry out work measurement in the workplace could be unacceptable. In these cases, analytical estimation may be a suitable method to use. In this method, someone with experience the work apply his experienced judgment. Such work measurement personnel will have previous experience in this particular work. ചില സിറ്റുവേഷൻസിൽ ഇത്തരത്തിൽ പ്രീവിയസ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് എല്ലാം തന്നെ നോക്കിക്കൊണ്ട് നമുക്കതിനെ വിലയിരുത്താം. The work content of certain jobs cannot be estimated in advance because it is not clear about what is required until the assembly operations has been tested or stripped down. During the progress of repair, unforeseen and non-standard difficulties can arise. Removing a wooden door from its frame by unscrewing 8 or 12 screws could take 5 minutes if the screws were recently inserted. If it may take a long time if the screws are rusted and clogged with paint. In short, the technique is സാധാരണ രീതിയിൽ എല്ലായ്പ്പോഴും നമുക്ക് അങ്ങനെ തന്നെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചില നാച്ചുറല് നമ്മളെന്ത് പറയുന്നു, ചില ജോലികളുടെ നാച്ചർ അനുസരിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതെന്തായിട്ട് മാറാം. ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഇപ്പോൾ ഒരു റിപ്പയറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഇത് റിപ്പയർ ചെയ്യാനായിട്ട് ഇത്ര സമയം വേണ്ടി വരും, ഇതാണ് നോർമൽ അവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അവിടെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അൺഫോർസീൻ ആയിട്ടുള്ള കേസുകൾ ഉണ്ടാവാം. അതാണ് പറയുന്നത്, ദ വർക്ക് കണ്ടന്റ് ഓഫ് സെർട്ടൻ ജോബ് കനോട്ട് ബി എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ വാട്ട് ഇറ്റ് ഈസ് റിക്വയർഡ് അണ്ടിൽ എ അസംബ്ലി ഓപ്പറേഷൻ ഹാസ് ബീൻ ടെസ്റ്റഡ് ഓർ സ്ട്രിപ്പ് ഡൗൺ. എന്തെങ്കിലും അൺഫോർസീൻ സിറ്റുവേഷൻസ് പ്രകാരം എന്തെങ്കിലുമൊക്കെ എന്തുണ്ടാവാം, നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് അതിൽ ഉണ്ടായിരിക്കും. അത് ഫുള്ളായിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞോളണമെന്നില്ല എന്നുള്ളതാണ്. ഞാനിവിടെ ഇൻ ഷോർട്ട് ദ ടെക്നിക്ക് ഈസ് യൂസ്ഡ് most commonly in any work environment where a lengthy time and associated high cost involved in the collection of data. ഇവിടെ പറയുന്നത് ഇൻ ഷോർട്ട് നമുക്ക് ചെറുതാക്കി പറയാമെന്നുണ്ടെങ്കിൽ ദ ടെക്നിക്ക് ഈസ് യൂസ്ഡ് മോസ്റ്റ് കോമൺലി ഇൻ എനി വർക്ക് എൻവയൺമെൻറ്റ് വേർ എ ലെങ്തി ടൈം ആൻഡ് അസോസിയേറ്റഡ് ഹൈ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദ കളക്ഷൻ ഓഫ് ഡാറ്റ. സാധാരണ രീതിയിൽ ഈ ടെക്നിക്ക് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടെക്നിക്കാണ്. ദ ടെക്നിക്ക് ഈസ് യൂസ്ഡ് മോസ്റ്റ് കോമൺലി ഇൻ എനി വർക്ക് എൻവയൺമെൻറ്റ് where a lengthy time and associated high cost involved in the collection of data. മാത്രമല്ല വർക്ക് എൻവയൺമെൻറ്റ് ലെങ്തി ആയിരിക്കുക, ഹൈ കോസ്റ്റ് ഉണ്ടായിരിക്കുക, ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു ടെക്നിക്സ് വളരെ കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്സാണ്. അപ്പോൾ എന്ത് മനസ്സിലായി നമുക്ക്, എന്താണ് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്? അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ ദിസ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ഫോർ ഫിക്സിങ് ദ സ്റ്റാൻഡേർഡ് ടൈം. ഈ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിക്സിങ് ദ സ്റ്റാൻഡേർഡ് ടൈം ഫോർ ജോബ്സ് വിച്ച് ആർ വെരി ലോങ് ആൻഡ് റിപ്പീറ്റേറ്റീവ് നേച്ചർ. ഈ ജോലി വെരി ലോങ് ടൈമും അതുപോലെ തന്നെ റിപ്പീറ്റേറ്റീവ് നേച്ചറാണെങ്കിലും നമുക്കത് എന്ത് ചെയ്യാം, അത് മനസ്സിലാക്കാനായിട്ട് അത്തരം ജോലികളുടെ റിപ്പീറ്റേറ്റീവ് നേച്ചറാണെങ്കിലും വെരി ലോങ് ടൈമുള്ള ജോലികളൊക്കെ ആണെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഒബ്സർവ് ചെയ്തുകൊണ്ട് ടൈം ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ ടെക്നിക്സ്, അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ്, അതിൽ തന്നെ വാട്ട് ആർ ദി പ്രൊസീജിയർ ഫോർ അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ്. അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദെൻ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് ആർ, ഫസ്റ്റ് വൺ ഈസ് find out the job details such as job dimension, standard procedure to do the job and the job conditions such as poor lighting, high temperature, hazardous environment and availability of fixtures or tools. That is, what are the different steps used for analytical estimation. Analytical estimation നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ ടെക്നിക്സ് ആണ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദ ജോബ് ഡീറ്റെയിൽസ്. നമ്മൾ പഠിക്കുന്ന ജോലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈൻഡ് ഔട്ട് ദ ജോബ് ഡീറ്റെയിൽസ്. ആ ജോബിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കണു. ഫൈൻഡ് ഔട്ട് ദ ജോബ് ഡീറ്റെയിൽസ് സച്ച് ആസ് ജോബ് ഡൈമെൻഷൻ, സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ടു ഡു ദ ജോബ്,
and the job conditions such as poor lighting, high temperature, hazardous environment, availability of fixtures or tools, etc. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അനലിറ്റിക്കൽ എസ്റ്റിമേഷനിലെ ഫൈൻഡ് ഔട്ട് ദ ജോബ് ഡീറ്റെയിൽസ്, ആ ജോബിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഫൈൻഡ് ഔട്ട് ദി ജോബ് ഡീറ്റെയിൽസ് സച്ച് ആസ് ജോബ് ഡയമെൻഷൻ, പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ, അതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ, പിന്നെ അതുപോലെ തന്നെ ആൻഡ് ദ ജോബ് കണ്ടീഷൻസ്, സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ, ജോബ് കണ്ടീഷൻസ്, പുവർ ലൈറ്റിംഗ്, അതുപോലെ തന്നെ ഹസാർഡസ് സിറ്റുവേഷൻ ഓർ ഹസാർഡസ് എൻവയൺമെൻറ്റ്, ദാറ്റ് ഈസ് ഹൈ ടെമ്പറേച്ചർ, ഹസാർഡസ് എൻവയൺമെൻറ്റ്, അവൈലബിലിറ്റി ഓഫ് ഫിക്ചർ ഓർ ടൂൾസ്, എക്സെട്ര. ഇതെല്ലാം നമ്മളതുമായി ബന്ധപ്പെട്ടുള്ള ചില പോയിൻറ്റ്സ് ആണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ജോലിയെക്കുറിച്ച് ഫൈൻഡ് ഔട്ട് ദ ജോബ് ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് പഠിക്കണോ. സെക്കൻഡ് സ്റ്റെപ്പിൽ സെക്കൻഡ് പ്രൊസീജിയർ, ദാറ്റ് ഈസ് ബ്രേക്ക് ദ ജോബ് ഇൻ ടു എലമെൻറ്റ്സ്. ഈ ജോലിയെ നമ്മൾ എലമെൻറ്റ്സ് ആയിട്ട് തരംതിരിക്കുകയാണ്. ബ്രേക്ക് ദ ജോബ് ഇൻ ടു എലമെൻറ്റ്സ്, അതായത് ഫസ്റ്റ് പ്രോസസ്സിങ്ങിനെ, നെക്സ്റ്റ് വൺ ഇത് എന്നൊക്കെ പറയുന്ന രീതിയിൽ ചില ഓർഗനൈസേഷനിൽ ചില ഓപ്പറേഷൻസിലെ കൺവേർഷൻ പ്രോസസ്സ് തന്നെ വൺ ബൈ ആയിട്ട് നമ്മൾ അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് പ്രോസസ്സിൽ ബ്രേക്ക് ദ ജോബ് ഇൻ ടു എലമെൻറ്റ്സ്, ജോലിയെ നമ്മൾ എലമെൻറ്റ്സ് ആയിട്ട് തരംതിരിക്കണം. നെക്സ്റ്റ് വൺ, സെലക്ട് ടൈം വാല്യൂസ് ഫ്രം ദ സ്റ്റാൻഡേർഡ് ഡാറ്റ കാറ്റലോഗ് ഫോർ ആസ് മെനി എലമെൻറ്റ്സ് ആസ് പോസിബിൾ. പിന്നെ തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് സെലക്ട് ടൈം വാല്യൂ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെലക്ട് ടൈം വാല്യൂ ഫ്രം ദ സ്റ്റാൻഡേർഡ് ഡാറ്റ കാറ്റലോഗ് ഫോർ ആസ് മെനി എലമെൻറ്റ്സ് ആസ് പോസിബിൾ. അതിൻ്റെ ടൈം വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നു. എസ്റ്റിമേറ്റിംഗ് ദ ടൈം വാല്യൂസ് ഫോർ ദ റിമൈനിങ് എലമെൻറ്റ്സ് ഫ്രം ദ പാസ്റ്റ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. പിന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എലമെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി വരുന്ന സമയത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുന്നു, എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ആഡ് ദ ടൈം വാല്യൂസ് ഒബ്റ്റൈൻഡ് ബൈ സ്റ്റെപ്പ് 3 and 4 ടു ഗെറ്റ് ദ ടോട്ടൽ ബേസിക് ഓർ നോർമൽ ടൈം. അതായത് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ടൈം ഓരോ എലമെൻറ്റ്സിനും ഇത്ര ടൈം വേണമെന്ന് തരംതിരിച്ചു കഴിഞ്ഞു. അതിനുശേഷം എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, റിമൈനിങ് എലമെൻറ്റ്സിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം വാല്യൂ കൂടെ കണക്കാക്കി ആഡ് 3 and 4 ആദ്യത്തെയും രണ്ടാമത്തെയും എലമെൻറ്റ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം വേണ്ടി വരും എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്ത് നോക്കി. അതിനുശേഷം ആഡ് ദ അപ്രോപ്രിയേറ്റ് റിലാക്സേഷൻ അലവൻസ്, സേ 10% to 20% ഓഫ് ടോട്ടൽ നോർമൽ ഓർ ബേസിക് ടൈം. Note that in analytical estimating, the relaxation allowance is not added to time values in individual elements. It allowances depends on the type of the job and the job conditions. പിന്നെ നമ്മൾ നോക്കുന്നത് അതിൻ്റെ കൂടെ ഏതെങ്കിലും റിലാക്സേഷൻ ടൈം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ, സാധാരണ രീതിയിൽ അതുകൂടെ കൺസിഡർ ചെയ്യേണ്ടതാണ്. അത് എല്ലാ ജോലികളിലും ആവശ്യമാണോ അതോ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ജോലികളിൽ മാത്രമാണ് ആവശ്യമുള്ളതെന്ന് നമ്മൾ നോക്കും. അതിനുശേഷം അതുകൂടെ ആഡ് ചെയ്യും. ആഡ് എനി അതർ അലവൻസസ് ഇഫ് അപ്ലിക്കബിൾ ടു അറൈവ് ദ സ്റ്റാൻഡേർഡ് ടൈം ഫോർ ദ ഗിവൺ ജോബ്. അതുകൂടാതെ വേറെ ഏതെങ്കിലും തരത്തിൽ അത് ടൈം ആഡ് ചെയ്യാനുണ്ടോ എന്ന് നോക്കും. ദീസ് ആർ ദ സ്റ്റെപ്സ് ഓർ പ്രൊസീജിയർ ഫോർ അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ. അപ്പോൾ അനലിറ്റിക്കൽ എസ്റ്റിമേഷനിൽ മെയിനായിട്ട് പറയുന്നത് എന്താ? അനലിറ്റിക്കൽ എസ്റ്റിമേഷനിൽ ദിസ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ഫോർ ഫിക്സിങ് ദ സ്റ്റാൻഡേർഡ് ടൈം ഫോർ ജോബ്സ് which are very long and repetitive nature. ഇത്തരത്തിലുള്ള ജോലികൾക്ക് ആവശ്യമായിട്ടുള്ള ടൈം സെറ്റ് ചെയ്യുന്നതിനെയാണ് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ വർക്ക് മെഷർമെൻറ്റിലെ വൺ ഓഫ് ദി ടെക്നിക്ക് എന്ന് പറയുന്നത് അനലിറ്റിക്കൽ എസ്റ്റിമേഷനാണ്. ഈ അനലിറ്റിക്കൽ എസ്റ്റിമേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള വാട്ട് ആർ ദി ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് വൺ, ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ദ ജോബ്. ആ ജോബിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നു, അതിനെ തരംതിരിക്കുന്നു, അതിലേതൊക്കെ എലമെൻസുകൾ ഉണ്ട് എന്ന് നോക്കുന്നു, അതിൻ്റേതായിട്ടുള്ള ബേസിൽ തരംതിരിച്ച് നോക്കുന്നു. പിന്നെ പറയുന്ന രണ്ടാമത്തെ, ബ്രേക്ക് ദ ജോബ് ഇൻ ടു എലമെൻറ്റ്സ്. ഓരോ ജോലിയും ഓരോ എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. തേർഡ് പ്രോസസ്സിൽ സെലക്ട് ടൈം വാല്യൂ ഫ്രം ദ സ്റ്റാൻഡേർഡ് ഡാറ്റ കാറ്റലോഗ് ഫോർ ആസ് മെനി എലമെൻറ്റ്സ് ആസ് പോസിബിൾ. ഫോർത്ത് പോയിന്റിൽ പറയുന്നത് എസ്റ്റിമേറ്റ് ദ ടൈം വാല്യൂ for the remaining elements from past knowledge and experience. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എലമെൻറ്റ്സ് ആയിട്ട് തരംതിരിച്ചു, ഓരോ എലമെൻറ്റ്സിന് എത്ര ടൈം വേണമെന്ന് നോക്കി, അതുപോലെ തന്നെ അതിൻ്റെ ടൈം കണക്കാക്കി, പിന്നെ അതുപോലെ തന്നെ കണക്കാക്കാത്ത വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ കൺസിഡർ ചെയ്തു, അതെല്ലാം കൂടെ ആഡ് ചെയ്തു. പിന്നെ റിലാക്സേഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ റിലാക്സേഷൻ ടൈം കൂടെ ആഡ് ചെയ്തു. അറ്റ്ലീസ്റ്റ്
ദെൻ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ആഡ് എനി അതർ റെലവൻസസ് ഈസ് അപ്ലിക്കബിൾ. വേറെ ഏതെങ്കിലും തരത്തിൽ ടൈം അലോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് ടൈം നമ്മളവിടെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ ടെക്നിക്സ്. ഇത്തരത്തിലുള്ള അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ ടെക്നിക്സിൻ്റെ അഡ്വാൻറ്റേജസ്. ഇവിടെ അനാലിസിസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്സർവേഷൻ സിസ്റ്റം ഫോർ വർക്ക് മെഷർമെൻറ്റ്. ദെൻ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ്? The most significant advantage of using analytical estimating is its speed of application and low cost. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ത്രൂ ലോ കോസ്റ്റ്. Using trained and experienced personnel, process and measurement data can be quickly assembled and applied. അതായത് ഇവിടെ നമ്മൾ വർക്ക് മെഷർ ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാഫിൻ്റെ എഫർട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് കൊണ്ടാണ്. അവിടെ പറയുന്നത് യൂസിങ് ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ, പ്രോസസ് ആൻഡ് മെഷർമെൻറ്റ് ഡാറ്റ ക്യാൻ ബി ക്വിക്കലി അസംബിൾഡ് ആൻഡ് അപ്ലൈഡ്. അത് അപ്ലൈ ചെയ്യുന്നു. Then third one is help in planning and scheduling the production. Helping planning and scheduling the production. ഇത് പ്ലാനിങ്ങിനും അതുപോലെ തന്നെ ഷെഡ്യൂളിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. And it provides a basis for fixing the labor rate for non-repetitive jobs. അടുത്തതിൽ പറയുന്നത് it provides a basis for fixing the labor rate for non-repetitive jobs. And then next one is steps to improve. These are the ദെൻ 4 അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഒന്നാമത് പറയുന്നത് ദെൻ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻറ്റേജ് ഫോർ യൂസിങ് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ ഈസ് ഇറ്റ്സ് സ്പീഡ് ഓഫ് അപ്ലിക്കേഷൻ ആൻഡ് ലോ കോസ്റ്റ്. രണ്ടാമത് പറയുന്നത് യൂസിങ് ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ, പ്രോസസ് ആൻഡ് മെഷർമെൻറ്റ് ഡാറ്റ ക്യാൻ ബി ക്വിക്കലി അസംബിൾഡ് ആൻഡ് അപ്ലൈഡ്. തേർഡ് വൺ ഹെൽപ്പ് ഇൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ദ പ്രൊഡക്ഷൻ. Fourth one is provides a basis for fixing the labor rate for non-repetitive jobs. ഇനി what are the disadvantages? ഇത് കൂടാതെ നമുക്ക് ഏതെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ എന്ന് ചോദിച്ചാണെങ്കിൽ, സിൻസ് അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് ടെക്നിക്സ് റിലീസ് അപ്പോൺ ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ എസ്റ്റിമേറ്റർ. എപ്പോഴും നമ്മളത് ജഡ്ജ് ചെയ്യപ്പെടുന്നത്, എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ടാലൻ്റ് ഉള്ള ഒരു എംപ്ലോയിയുടെ വർക്ക് എഫിഷ്യൻസി നോക്കിക്കൊണ്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക. അത് എംപ്ലോയിക്കനുസരിച്ച്, സ്കിൽഡ് ലാബേഴ്സിനനുസരിച്ച് വ്യത്യാസമായിക്കൊണ്ടിരിക്കും എന്ന് പറയുന്ന വൺ ഓഫ് ദി ലിമിറ്റേഷൻ ഉണ്ട്. ഇവിടെ ഫസ്റ്റ് ലിമിറ്റേഷൻ അനലിറ്റിക്കൽ എസ്റ്റിമേറ്റഡ് ടെക്നിക്സ് റിലീസ് അപ്പോൺ ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ എസ്റ്റിമേറ്റർ. Then since analytical estimating techniques release upon the judgment of the estimatorയുടെ ജഡ്ജ്മെൻറ്റിനനുസരിച്ചിരിക്കും. സോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഡീവിയേഷൻസ് സംഭവിക്കാം. Then second point, the technique would not normally be used when the more precise and accurate alternative is practical and economic alternative, particularly to highly repetitive standardized operations. പിന്നെ അവിടെ പറയുന്ന നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് then this technique would not normally be used when more precise and accurate alternative, more precise, അതായത് ഒന്നുകൂടെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള വേറൊരു മെത്തേഡ് കൂടെ ഉണ്ടെങ്കിൽ, അതാണ് ആക്യുറേറ്റ് ഓൾട്ടർനേറ്റീവ് ഓർ പ്രാക്ടിക്കൽ മെത്തേഡോ, അതുമല്ലെങ്കിൽ വളരെ പ്രിസൈസ് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ചുരുക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മൾ അനലൈസ് ചെയ്യുന്ന ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടൈം നമുക്കത് വേസ്റ്റായി പോകും. ദ ടെക്നിക് വുഡ് നോട്ട് ബി നോർമലി ബി യൂസ്ഡ് വെൻ മോർ പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ് പ്രാക്ടിക്കൽ ഓർ എക്കണോമിക് ആൾട്ടർനേറ്റീവ് ഈസ് പർട്ടിക്കുലർ ടു ഹൈലി റിപ്പീറ്റേറ്റീവ് സ്റ്റാൻഡേർഡൈസ്ഡ് ഓപ്പറേഷൻസ്. അത്തരം സിറ്റുവേഷൻസിൽ അത് അപ്ലിക്കബിൾ അല്ലാതെ വരും. ആൻഡ് തേർഡ് പോയിൻറ്റ്, many jobs such as craft work in the maintenance field consist of group of tasks which are periodically repeated, but the precise nature of each task varies each time in minor respects. These are the disadvantages of അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ. ഇനി നമുക്ക് അനലിറ്റിക്കൽ എസ്റ്റിമേഷനിലെ വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സിൽ ഫസ്റ്റ് വൺ അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ എന്താണെന്ന് പഠിച്ചു. അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിക്സിംഗ് ദ സ്റ്റാൻഡേർഡ് ടൈം ഫോർ ജോബ്സ് which are very long and repetitive nature. Then analytical estimation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫിക്സേഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് ടൈം ഫോർ പർട്ടിക്കുലർ ജോബ്. ഒരു ജോബിൻ്റെ പർട്ടിക്കുലർ ടൈം ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ് ഇത് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ദെൻ ജോബ്സ് വിച്ച് ആർ വെരി ലോങ് ആൻഡ് റിപ്പീറ്റേറ്റീവ് നേച്ചർ, അത്തരത്തിലുള്ള ജോലികൾക്കാണ് ഏത് ടെക്നിക്സ് ഉപയോഗിക്കുക, അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ടെക്നിക്സ് ഉപയോഗിക്കാം. ഈ അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ ടെക്നിക്സ്
ദെൻ അവിടെ എന്താണ്, ഡയറക്റ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെക്നിക്സ് ആണ് അനലിറ്റിക്കൽ മെഷർമെൻറ്റ് ടെക്നിക്സ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും മനസ്സിലായി. പിന്നെ നമ്മൾ അതിൽ പഠിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനലിറ്റിക് എസ്റ്റിമേഷൻ ടെക്നിക്സിൽ തന്നെ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഫോർ വർക്ക് മെഷർമെൻറ്റ്, ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് നമുക്കതിൻ്റെ വർക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുക. ദെൻ 1 by 1 ആയിട്ട് നമ്മളൊരു 7 പോയിൻറ്റ്സ് നമ്മളതിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻറ്റേജ് ഈസ് എസ്റ്റിമേഷൻ ഈസ് സ്പീഡ് ഓഫ് അപ്ലിക്കേഷൻ ആൻഡ് ലോ കോസ്റ്റ്. ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. യൂസിങ് ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ പ്രോസസ് ആൻഡ് മെഷർമെൻറ്റ് ഡാറ്റ ക്യാൻ ബി ക്വിക്കലി അസംബിൾഡ് ആൻഡ് അപ്ലൈഡ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ദ പ്രൊഡക്ഷൻ, provides the basis for fixing the labor rate or non-repetitive nature. പിന്നെ ഡിമെറിറ്റ് എന്ന് പറയുന്നത്, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അനലിറ്റിക്കൽ ടെക്നിക്സ് റിലീസ് അപ്പോൺ ദി ജഡ്ജ്മെൻറ്റ് ഓഫ് ദി എസ്റ്റിമേറ്റർ. ഇത് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വളരെ സ്കിൽഡ് ആയിട്ടുള്ള, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അയാളുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ വേരിയേഷൻ സംഭവിക്കാം. അതിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ടൈം അവിടെ വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതാണ് അതിൻ്റെ വൺ ഓഫ് ദി അനദർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡിന് ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് മെൻ ബൈ പ്രീ ഡിറ്റർമിൻ മോഷൻ ടൈം സിസ്റ്റം. പ്രീ ഡിറ്റർമിൻ മോഷൻ ടൈം സിസ്റ്റം, ദറ്റ് ഈസ് PMTS. That is PMTS, Predetermined Motion System. Predetermined Motion System. അപ്പോൾ 2 സിസ്റ്റംസാണ് പഠിക്കുന്നത്. That is first one is Analytical Estimation System, second one is PMTS. PMTS എന്ന് പറയുമ്പോൾ പ്രീ ഡിറ്റർമിൻ മോഷൻ സിസ്റ്റം. അതിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. പ്രീ ഡിറ്റർമിൻ, ഓൾറെഡി ഡിറ്റർമിൻ, ആദ്യമേ തീരുമാനിച്ച് വെച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഇത് പ്രീ ഡിറ്റർമിൻ മോഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്സർവേഷൻ സിസ്റ്റമാണ് അനലിറ്റിക്കൽ സ്റ്റഡി. 2 തരത്തിലാവാം എന്ന് ആദ്യം പറഞ്ഞ ഫസ്റ്റ് വൺ ഡയറക്റ്റ് ഒബ്സർവേഷനും സെക്കൻഡ് വൺ PMTS എന്ന് പറയുന്നത് ദറ്റ് ഈസ് പ്രീ ഡിറ്റർമിൻ, ദറ്റ് ഈസ് നോൺ ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെക്നിക്സുമാണ്. ദെൻ PMTSലെ ഹിയർ നോർമലി there is times are fixed for job, namely normal, fast and very fast. ഇങ്ങനെയാണ് ഇവിടെ മൂവ്മെൻറ്റ് ഓഫ് എ വർക്കർ. അതായത് ഇവിടെ ഇത്രമാത്രം അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നതിനേക്കാൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇത് പ്രീ ഡിറ്റർമിൻ മോഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഒന്നുകിൽ ഇവിടെ ടൈം സെറ്റ് ചെയ്യുന്നത് നോർമൽ ഇത്രയാവാം, ഫാസ്റ്റ് ഇത്രയാവണം, വെരി ഫാസ്റ്റ് എന്ന് പറയുന്ന രീതിയിലാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ദെൻ a predetermined motion time system may be defined as procedure or method which analyzes the manual activity or human motion in terms of the basic or fundamental motions required to perform it. അവിടെ മൂവ്മെൻറ്റ് ഓഫ് എ വർക്കർ, ഒരു വർക്കറുടെ മൂവ്മെൻറ്റിനെ കുറിച്ച് കൂടിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു വർക്ക് മെഷർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കണമെന്ന് പറയുന്നുണ്ട്. അവിടെ പ്രീഡിറ്റർമിൻ മോഷൻ ടൈം സിസ്റ്റം ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഫോർ വർക്ക് മെഷർമെൻറ്റ്. ദറ്റ് ഈസ് predetermined motion time system may be defined as it is a procedure or method which analyzes the manual activity or motion in terms of the basic or fundamental motions required to perform it. അതായത് ബേസിക്കലി നമുക്കത് വർക്ക് ചെയ്യുമ്പോൾ ഒരു വർക്കറുടെ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുക എങ്ങനെയാണ്, ഒരു വർക്കറുടെ മൂവ്മെൻറ്റ്സ്. അതായത് ഇപ്പോൾ നമ്മൾ അവിടെ വരികയാണെങ്കിൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളത് മാറ്റുക. സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുക. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അത് കൈകാര്യം ചെയ്യുക. ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് നമ്മളതിന് എന്ത് ചെയ്യുന്നത്, അവിടെ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രീഡിറ്റർമിൻഡ് മോഷൻ ടൈം സിസ്റ്റം എനേബിൾസ് എ സ്റ്റാൻഡേർഡ് ടൈം ടു ബി ഡെവലപ്ഡ് ഫോർ എ ന്യൂ ജോബ് ബിഫോർ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ്. അവിടെ പ്രീഡിറ്റർമിൻഡ് മോഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എനേബിൾസ് സ്റ്റാൻഡേർഡ് ടൈം ടു ഡെവലപ്ഡ് ഫോർ എ ന്യൂ ജോബ് ബിഫോർ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ്. നമുക്ക് ആ ജോലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു ടൈം ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വർക്കർ കോപ്പറേഷൻ ആൻഡ് കംപ്ലയിൻസ് ആർ നോട്ട് റിക്വയർഡ്.
The workplace is not disrupted and performance rating are also very included in the motion times. The predetermined times are consistent. Next one is, what are the advantages of PMTS? അതായത് predetermined motion, that is predetermined motion time സിസ്റ്റത്തിൻ്റെ വളരെ അഡ്വാൻറ്റേജസ്. PMTS എന്ന് പറയുന്ന ടെക്നിക്സിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദാറ്റ് ഈസ് നോ ടൈമിംഗ് ഈസ് റിക്വയർഡ്, സോ ഇറ്റ് ഈസ് എലിമിനേറ്റ് ഇൻ ദെൻ ആക്യുറസീസ് അസോസിയേറ്റഡ് വിത്ത് അതർ മെത്തേഡ്സ്. അവിടെ നോ ടൈമിംഗ് ഈസ് റിക്വയർഡ്. പിന്നെ അതുപോലെ തന്നെ ദ യൂസ് ഓഫ് PMT എലിമിനേറ്റ് ദ യൂസ് ഓഫ് കോൺട്രവേഴ്സ്യൽ പെർഫോമൻസ് റേറ്റിംഗ്. സിൻസ് ടൈംസ് ക്യാൻ ബി കാൽക്കുലേറ്റ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ വർക്ക്, ദിസ് പ്രൊസീജിയർ ഈസ് യൂസ്ഫുൾ ഇൻ മെത്തേഡ് design, equipment selection and design and production planning and control. They are excellent training technique. ഇതൊരു excellent training techniques ആണ്. Once the analysis of an organization are familiar, they can be quickly applied. ഒരു പ്രാവശ്യം once the analysis of an organization are familiar, they can be quickly applied. The basic time determined with the use of PMT system are relatively more consistent. Time standard for a job can be arrived at a method going to workplace. Then the time and cost associated with finding the standard time for jobs considerably reduce. നമുക്ക് cost reduce ചെയ്യാനായിട്ട് സാധിക്കുന്നു. The next one is, what are the disadvantages of PMTS? That is, the first one is PMTS can deal manual motions of an operations only. അവിടെ ശരിയായിട്ടുള്ള രീതിയിൽ നോക്കുന്നത് മൂമെൻറ്റ്സ് ഓഫ് എ വർക്കർ, മാനുവൽ ഓപ്പറേഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ PMTS can deal manual motions of an operation study. Then they are not economical for non-repetitive operations. They are not economical. അത് അത്രമാത്രം എക്കണോമിക്കൽ അല്ല. ദേ ആർ നോട്ട് എക്കണോമിക്കൽ ഫോർ നോൺ റിപ്പീറ്റേറ്റീവ് ഓപ്പറേഷൻസ്. ദെൻ PMTS ആർ റെസ്ട്രിക്റ്റീവ് ഇൻ നേച്ചർ because they have been built on data taken from particular operations, and thus PMTS provides better result for applied to that type of operations only. And next one is, all categories of motions have not been taken into consideration while collecting PMTS data. Then this can be done only by trained personnel. Although PMT systems eliminate the utilization of rating, some amount of judgment is still needed at various stages. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ഇത്ര മാത്രമാണ്. ദീസ് ആർ ദി ഡിസഡ്വാൻറ്റേജസ്. ഇവിടെ രണ്ട് തരത്തിൽ നമ്മൾ പറഞ്ഞു. ആദ്യം അനലിറ്റിക്കൽ എസ്റ്റിമേഷനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത് PMTS എന്ന് പറഞ്ഞു. PMTS പ്രീ ഡിറ്റർമിൻഡ് മോഷൻ സിസ്റ്റമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. PMTS പ്രീ ഡിറ്റർമിൻഡ് മോഷൻ ടൈം സിസ്റ്റം. ദെൻ ടൈം സിസ്റ്റമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ അതിൽ മൂമെൻറ്റ് ഓഫ് എ വർക്കർ, ആ മൂമെൻറ്റ് നോർമലാണോ ഫാസ്റ്റാണോ വെരി ഫാസ്റ്റാണോ എന്നൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, ഒരു ടൈം ഫിക്സ് ചെയ്യുന്നത്. ഇത് നമ്മളോട് പറയുന്നത് ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെക്നിക്സ് അല്ലാതെ നോൺ ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെക്നിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് കൺക്ലൂഡ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത് നോക്കാം. വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ വർക്ക് മെഷർമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്ക് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? വർക്ക് മെഷർമെൻറ്റ് ടെക്നിക്സിൽ ഫസ്റ്റ് വൺ ഈസ് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ, സെക്കൻഡ് വൺ ഈസ് PMTS, ദെൻ ടൈം സ്റ്റഡീസ്, വർക്ക് സാമ്പിളിംഗ് ആൻഡ് മോഡൽസ്. ദീസ് ആർ ദി ടെക്നിക്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത് അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെക്നിക്സ്. ദെൻ അനലിറ്റിക്കൽ എസ്റ്റിമേഷൻ ടെക്നിക്സിലെ വാട്ട് ആർ ദി പ്രൊസീജിയേഴ്സ്, ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ആണുള്ളത് നോക്കി, അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വ്യക്തമായിട്ട് നമ്മളതിൽ പഠിച്ചു. അതേപോലെ തന്നെ രണ്ടാമത് പഠിച്ച ടെക്നിക്സാണ് ദറ്റ് ഈസ് PMTS പ്രീ ഡിറ്റർമിൻഡ് മോഷൻ സിസ്റ്റം ആൻഡ് വാട്ട് ആർ ദി പ്രൊസീജിയർ ആൻഡ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് PMTS. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കാം. താങ്ക് യു.